ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഉദാഹരണത്തിന്, എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇത് രണ്ട് രീതിയിൽ പറയാം. ഒന്നാമതായി, ഐ കാൺ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ കാൺ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ് എന്നും പറയാം. ഇനി എനിക്കവിടെ പോകാതിരിക്കാൻ കഴിയില്ല എന്നാണെങ്കിലോ? അതിങ്ങനെ പറയാം, ഐ കാൺ ഹെൽപ്പ് ഗോയിങ് ദേർ. അല്ലെങ്കിൽ ഐ കാൺ ഹെൽപ്പ് ബട്ട് ഗോ ദേർ എന്നും പറയാം. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ പാറ്റേണിൽ സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം കാൺ ഹെൽപ്പിന് ശേഷം വെർബിനെ ING ഫോമിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഈ അർത്ഥം കിട്ടും, ചെയ്യാതിരിക്കാനാകില്ല എന്നൊരർത്ഥം കിട്ടും. അല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം കാൺ ഹെൽപ്പ് ബട്ട് അതിനുശേഷം വെർബിനെ ഫസ്റ്റ് ഫോമിൽ ഉപയോഗിച്ചാലും മതി. ഐ കാൺ ഹെൽപ്പ് ഡൂയിങ് ഇറ്റ്, എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഐ കാൺ ഹെൽപ്പ് ബട്ട് ഡു ഇറ്റ്. ഇത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ലേണിംഗ്.